എവരി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. ഇന്ന് നമ്മൾ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജോഗ്രഫി, കെമിസ്ട്രി എന്നീ ഭാഗങ്ങളിലാണ്. നിങ്ങൾ സിലബസ് അനുസരിച്ചിട്ട് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചവർക്കാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടായിരിക്കും ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ ഇന്നത്തെയും അതുപോലെ ഇന്നലത്തെയും സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് GK ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പേപ്പറോ ബുക്കോ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് നമ്പർ വൈസ് മാർക്ക് ചെയ്ത് വെക്കുക. ശരിയാണോ തെറ്റാണോ എന്നുള്ളതും കൂടെ വിലയിരുത്തുക. അപ്പം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകൾ വരാം, പഠിക്കുന്നതിൽ പുറമേ നമുക്ക് പറയാനുള്ളത് നെഗറ്റീവ് വരുത്താതെ നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സ്വരൺ സിംഗ് കമ്മീഷനാണ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ചരൺ സിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, സ്പെല്ലിംഗ് തെറ്റിയതൊന്നും അല്ല. അപ്പം അത് കണ്ട് എഴുതരുത് പെട്ടെന്ന്. 4 ഓപ്ഷൻസ് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ പുതുതായി കൂട്ടിച്ചേർത്ത വകുപ്പ് ഏത്? ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി, 21A. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം? ആൻസർ ഈസ് ഓപ്ഷൻ എ, 1976. 1976 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1977. അപ്പൊ പ്രാബല്യത്തിൽ വന്നതാണ് 77, ഉൾപ്പെടുത്തിയതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 76. 42ാം ഭേദഗതി 1976 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അത് നിലവിൽ വന്നതാണ് 1977. തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51A അനുശാസിക്കുന്നത് ഡാഷിനെയാണ്. 51A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ സി, മൗലിക ചുമതലകൾ. അപ്പോൾ ബാലാവകാശം, മൗലികാവകാശം, ഓപ്ഷൻസ് വിദ്യാഭ്യാസ അവകാശം, പെട്ടെന്ന് ഓപ്ഷൻ കണ്ട് തെറ്റിയൊന്നും പോകരുത്. 51A മൗലിക ചുമതലകൾ അഥവാ മൗലിക കടമകളാണ് നമ്മൾ പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 വിശദമാക്കുന്നത്. ആർട്ടിക്കിൾ 24 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്? ഓപ്ഷൻ സി, ബാലവേല നിരോധനത്തിനെയാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. 23 ഏതൊക്കെ പറയുന്നത്? നിർബന്ധിത തൊഴിലും മനുഷ്യക്കടത്തൊക്കെ പറയുന്നത് 23 കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഭേദഗതി അനുസരിച്ചാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഏത് ഭേദഗതി അനുസരിച്ചാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, 42. 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത് കേട്ടോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് മൗലിക കർത്തവ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തതിന്റെ ഭാഗമായിട്ടാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാലവേല വിമുക്തമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ലേബലിംഗ് ഏതാണ്? ബാലവേല വിമുക്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ലേബലിംഗ് ഏതാണ്? അക്മാർ. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇവിടെ ആൻസർ വരുന്നത് റെക്മാർക്കാണ്. റെക്മാർക്കിന്റെ ഇപ്പോഴത്തെ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ് അറിയപ്പെടുന്നത്. കൈലാഷ് സത്യാർത്ഥിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 6. അപ്പൊ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ 6 എണ്ണമാണുള്ളത്. എന്നാൽ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പൗരന്മാർക്ക് ഉറപ്പ് നൽകിയിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 7 വരും. സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. നിലവിൽ വരുമ്പോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ 7 വേണം ഉത്തരമായിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തത്, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ശില്പി ആരാണ്? ആൻസർ മാർക്ക് ചെയ്ത് കാണാം. ഓപ്ഷൻ ബി, സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ,
മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1927 മദ്രാസ് സമ്മേളനമാണ് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു എന്നതാണ് സാരാംശം. ഓപ്ഷൻസ് വായിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അമേരിക്കയാണ് ആൻസർ വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2010. അപ്പം വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നിയമം പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2009, അത് പ്രാബല്യത്തിൽ വന്നത് 2010 കേട്ടോ. ക്വസ്റ്റ്യൻ 14. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനാ വകുപ്പ്. പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ അനുച്ഛേദം 19(1)(a)യിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ഉൾപ്പെടുന്നതാണ് ഏത് പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ സി ആർട്ടിക്കിൾ 21. അപ്പൊ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 അടിത്തറ. 19ാമത്തെ ക്വസ്റ്റ്യൻ. അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശം റദ്ദു ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? അടിയന്തരാവസ്ഥ കാലത്ത് ആരാണ് മൗലിക അവകാശം റദ്ദു ചെയ്യുന്നത്? ഓപ്ഷൻ ഡി രാഷ്ട്രപതിയാണ് റദ്ദാക്കപ്പെടുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? കരുതൽ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 22. 22ാമത്തെ ആർട്ടിക്കിളിലാണ് കരുതൽ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൗലിക അവകാശം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ സി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മൗലിക അവകാശങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും പാർലമെന്റിന് ഭേദഗതി ചെയ്യാം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏത് ഭാഗവും പാർലമെന്റിന് ഭേദഗതി ചെയ്യാം എന്ന് പറയുന്നത് ഏത് അമെന്റ്മെന്റിലൂടെയാണ് കൊണ്ടുവന്നത്? ആൻസർ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ സി ഭേദഗതി 24. 24-ൽ ഇന്ദിരാഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റിന് ഭേദഗതി വരുത്താം ഭരണഘടനയുടെ ഏത് ഭാഗവും എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് യുദ്ധഭൂമി ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി ഏതാണ്? ആൻസർ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി സിയാച്ചിൻ ആണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്കേയറ്റം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇന്ദിര പോയിന്റ്. ഇന്ത്യൻ മെയിൻലാൻഡിന്റെ തെക്കേയറ്റം എന്ന് ചോദിക്കുമ്പോഴാണ് കന്യാകുമാരി വരുന്നത്. ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിര പോയിന്റ് ആണ്. 23. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി മൗണ്ട് K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല് ഏതെങ്കിലും ഒക്കെ ഓർത്തിരിക്കുക. ഹിമാലയത്തിന്റെ നട്ടെല്ല് അല്ലെങ്കിൽ ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഹിമാദ്രിയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഓർത്തിരിക്കുക. ഹിമാലയത്തിന്റെ നട്ടെല്ല് പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ ഈസ് ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം. നമ്മുടെ ചോട്ടാനാഗ്പൂർ പീഠഭൂമി കിടക്കുന്നത് ജാർഖണ്ഡ് മേഖലയിലാണ്, ജാർഖണ്ഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ളതായിട്ട് മാറിയത്. 27ാമത്തെ ക്വസ്റ്റ്യൻ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? സപ്ത സഹോദരിമാരിൽ ഏറ്റവും ചെറുത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസോറാം, സിക്കിം, ഗോവ, ത്രിപുര. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ത്രിപുര. പെട്ടെന്ന് ചെറിയ സംസ്ഥാനം തോന്നി ഗോവ എഴുതരുത്. സപ്തസുന്ദരിമാരിലാണ് ചോദിച്ചിരിക്കുന്നത്, ത്രിപുരയാണ്. സിക്കിം സപ്തസുന്ദരിമാരിൽ വരുന്നതല്ല, അപ്പം അതും എഴുതരുത്. രണ്ടാമത്തെ ചെറിയ സംസ്ഥാനമാണ് ഏത്? സിക്കിം എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് സപ്തസുന്ദരിമാരിൽ ഏറ്റവും ചെറുത്? ത്രിപുരയാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ, തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തർക്കരഹിതമായിട്ടുള്ളിടത്ത് ഏറ്റവും ഉയരം കൂടിയതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് ഏത്? തർക്കരഹിത ഭൂപ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മാനക സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? നമ്മുടെ സമയം ഏത് രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 82.5 ഡിഗ്രി ഈസ്റ്റ്. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് തന്നെ നോക്കുക. വെസ്റ്റ് ആണ് ഇവിടെ, അത് കണ്ട് മാർക്ക് ചെയ്യരുത്. 83 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ഓപ്ഷൻസുകളായിരിക്കും PSC കൂടുതലായിട്ടും ഇടാറ്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് വരുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രാദേശിക സമയം കടന്നു പോകുന്ന സംസ്ഥാനം. പ്രാദേശിക സമയം കടന്നു പോകുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ ഉത്തർപ്രദേശിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബാരൻ ദ്വീപ്. ആൻഡമാനിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി എന്ന് പറയുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഉള്ളത്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ശരാവതിയിലാണ്. കർണാടകയിലാണ് ജോഗ് വെള്ളച്ചാട്ടം ഉള്ളത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, തീസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിൽ ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത്. തീസ്തയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലായിട്ട് കാണുന്ന ഹിമാലയ ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്. ഓപ്ഷൻസ് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആസാം ഹിമാലയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. തീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് ആസാം ഹിമാലയ എന്ന് പറയുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ വായിച്ചിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട് പരീക്ഷാ ഹാളിൽ. ഓപ്ഷൻ ഈ സി മരുഭൂമികളാണ് തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്തത്. മരുഭൂമികൾ കാണുന്നത് വടക്കേ ഇന്ത്യയിലെ എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്നതാണ് മരുഭൂമി എന്ന് പറയുന്നത്. താർ ഡെസേർട്ട് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഏക മരുഭൂമി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 36, താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതങ്ങളുടെ സവിശേഷത ഏത്? ഹിമാലയത്തിന്റെ സവിശേഷത ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിച്ചു നോക്കുക, തെറ്റിക്കാതെ തന്നെ ഉത്തരം എഴുതുക കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു എന്നതാണ് ഹിമാലയത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? അക്ഷാംശ വ്യാപ്തിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? അക്ഷാംശ വ്യാപ്തി വരുന്നത് ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രേഖാംശ വ്യാപ്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതാണ് രേഖാംശ വ്യാപ്തിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇത് ഇങ്ങനെ ഡിഗ്രിയും മിനിറ്റും ഇങ്ങനെ തരാതെ തന്നെ നമുക്ക് വലിച്ചു നീട്ടി എഴുതി തരാറും ഉണ്ട്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് വ്യക്തമായിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. ഒരു മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാർക്ക് പെട്ടെന്ന് നെഗറ്റീവായി പോകാനും, നെഗറ്റീവ് ആവുമ്പോൾ വെറും 3.3 അല്ല 1.33 നമുക്ക് കിട്ടേണ്ട ഒരു മാർക്കാണ് പോകുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം. ധാതുക്കളുടെ കലവറ ഏതാണ്? ധാതുക്കളുടെ കലവറ. ആൻസർ ഈസ് ഓപ്ഷൻ എ ഉപദ്വീപീയ പീഠഭൂമി. 40ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുവാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിച്ചു നോക്കുക.
ആൻസർ ഈസ് ഓപ്ഷൻ സി, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ പറ്റി പഠിക്കാൻ വന്ന കമ്മിറ്റിയാണ് ഇത്, കസ്തൂരി രംഗൻ കമ്മിറ്റി. കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് ഗാഡ്ഗിലാണ് ഉത്തരം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ: ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ഗ്രീൻവിച്ച് രേഖ. ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. 23.5 ഡിഗ്രി നോർത്താണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോട് മാത്രം പർവ്വത ആരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോട് മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് ഏത്? കാഞ്ചൻജംഗയാണ് ആൻസർ വരുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രദേശത്താണ് ധാതു നിക്ഷേപങ്ങൾ കൂടുതലായിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് നദിയാണ് ഥാറിലൂടെ ഒഴുകുന്നത്? ഓപ്ഷൻ ഡി, ലൂണിയാണ് ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്നത്. താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ലവണാംശം കൂടിയ മണ്ണിനം ഏത് എന്നാണ് ചോദ്യം. ഏതിനാണ് ലവണാംശം കൂടുതൽ? എ, മരുഭൂമി മണ്ണിനാണ് ലവണാംശം കൂടുതലായിട്ടുള്ളത്. 45ാമത്തെ ക്വസ്റ്റ്യൻ, സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? സത്ലജിനും കാളിക്കും ഇടയിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി, കുമയൂൺ ഹിമാലയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിനെ റോക്താൻ താഴെ പറയുന്നതിൽ ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? അപ്പൊ റോക്താൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. റോക്താങ് എന്ന് പറയുന്നത് എന്താണ്? ചുരമാണ് റോക്താങ് എന്ന് പറയുന്നത്. 47, പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ എ, പുനലൂരാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. 48, വ്യാവസായിക ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? വ്യാവസായിക ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന പീഠഭൂമി ആൻസർ ഈസ് ഓപ്ഷൻ സി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിനെയാണ് വ്യാവസായിക ഇന്ത്യയുടെ ഹൃദയം എന്ന് അറിയപ്പെടുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം. ഇന്ത്യയുടെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ്? 1 ഇന്ത്യയുടെ സമയമേഖലകളുടെ എണ്ണം. ഒരു സമയമേഖല മാത്രമേ നമുക്കുള്ളൂ, അതാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശ് ടിബറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ് ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ആൻസർ മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഷിപ്കിലയാണ് ഹിമാചൽ പ്രദേശിനെ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് പറയുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണത്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 18 ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഗ്രൂപ്പുകൾ വെർട്ടിക്കലായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലായിട്ട് പോകുന്നതിനെ നമ്മൾ പറയുന്നത് പീരിയഡ് എന്നാണ്. ഓക്കെ, സിലിക്കന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? സിലിക്കന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, 14 20 വരെ ഉള്ളതിന്റെയെങ്കിലും അറ്റോമിക് നമ്പേഴ്സ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ചോദ്യങ്ങൾ വരാറുണ്ട്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാറ്റത്തിന്റെ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്നതിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ, 2 കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. 54, ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ്? ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണെന്നാണ് ചോദ്യം. 1, 2, 3, 4 ഓപ്ഷൻ വരുന്നത് എ ആണ്. 1 ഏറ്റവും ചെറിയ പീരീഡ് എന്ന് പറയുന്നത്. ആകെ 2 എലമെന്റ് മാത്രമേ അതിലുള്ളൂ, ഹൈഡ്രജനും ഹീലിയവും. 55ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആവർത്തന പട്ടിക ആരാണ്? ആധുനിക ആവർത്തന പട്ടിക തമ്മിൽ തിരിഞ്ഞു പോകരുത്. മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടിക കൊണ്ടുവന്നത്. ആദ്യത്തെ ആവർത്തന പട്ടികയായി ആണ് ആര് കൊണ്ടുവന്നത്? മെന്റലീവ് കൊണ്ടുവന്നിട്ടുള്ളത്. 56, ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ലോഹങ്ങൾ അതുപോലെ അലോഹങ്ങൾ എന്ന് പറഞ്ഞ മൂലകങ്ങളെ തരംതിരിച്ചത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലാവോസിയാണ് ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ തരംതിരിച്ചത്. 57, പീരിയോഡിക് ടേബിളിന്റെ രാജ്യാന്തര വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം ഏതാണ്? പീരിയോഡിക് ടേബിൾ ഇയർ ആയിട്ട് UN പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2019. മെന്റലീവിന്റെ ആവർത്തന പട്ടികയുടെ 150ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? മെന്റലീവിന്റെ ആവർത്തന പട്ടികയുടെ 150ാം വർഷം ആഘോഷിച്ചത് എന്നാണ്? ഓപ്ഷൻ ബി, 2019. ഇതിന്റെ സ്മരണാർത്ഥമാണ് UN 2019 പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് ആഘോഷിച്ചത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, IUPAC 2016 നാമകരണം
ചെയ്തതും ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയതുമായ മൂലകം ഏതാണ്? ഏത് മൂലകമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, നിഹോണിയമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 60. ഒരു ആറ്റത്തിന്റെ N ഷെല്ലുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? N ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, 32. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2n² എന്നാണ് കേട്ടോ. KLMN 1 2 3 4 ഈ എന്നിന് വാല്യൂ കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ടാണ്. 1 2 3 4 n വരുമ്പോഴത്തേക്ക് 4 എന്ന് പറയുന്ന നമ്പർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. പെട്ടെന്ന് മറന്നത് ഈ ഇക്വേഷനും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 61. ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് എന്നാണ് ചോദ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. റേഡിയോ ആക്റ്റീവായ ഒരു അലസവാതകം ഏതാണ്? റേഡിയോ ആക്റ്റീവായിട്ടുള്ള അലസവാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഈസ് സി ആണ് ആൻസർ. റെഡോൺ ആണ് റേഡിയോ ആക്റ്റീവായ ഒരു അലസവാതകം എന്ന് പറയുന്നത്. 63. ക്വസ്റ്റ്യൻ, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൻസർ. 64. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? അപ്പൊ പ്രപഞ്ചത്തിൽ ഏതാണ് കൂടുതലായിട്ടുള്ളത്? 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്നത് ഏത് മൂലകമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹൈഡ്രജൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 65. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം അന്തരീക്ഷത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓക്സിജൻ. ഓക്സിജൻ ആണ് അന്തരീക്ഷത്തിൽ കാണുന്ന രണ്ടാമത്തെ മൂലകം. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളുടെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. എസിനെയും പിന്നെയും പൊതുവായിട്ട് എന്തെന്നാണ് പറയുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. പ്രാതിനിധ്യ മൂലകങ്ങളെ ഇപ്പൊ പുതിയ ടെസ്റ്റിലെ പ്രധാന മൂലകങ്ങൾ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 67. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിൽ ഉൾപ്പെടുന്നു? 17ാമത്തേതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ ഓരോ ഗ്രൂപ്പിന്റെയും പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 17ാമത്തത് എന്റെ ആൻസർ ഏതാണ്? 17ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഏത്? ഹാലജൻ കുടുംബം എന്ന് പറയുന്നത്. ബോറോൺ എത്രയാണ്? 13ാമത്തെ ഗ്രൂപ്പ് ഫാമിലിയാണ്. കാർബൺ 14 ആണ്. നൈട്രജൻ 15 ആണ്. 16ാമത്തത് ഓക്സിജൻ ഫാമിലിയാണ്. 17 ആണ് ഏത്? ഹാലജൻ ഫാമിലി. 18 ആണ് ഏത്? ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നമ്മുടെ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. 68. ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓക്സിജൻ ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചോദിക്കുമ്പോഴാണ് കാൽഷ്യം എഴുതേണ്ടത് കേട്ടോ. ഇനി 69. മെന്റലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മെന്റലീവിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എഴുതിയിരിക്കുന്നത്. അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ കൊടുത്തിരിക്കുന്നത് മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിലാണ്. അവരോഹണ ക്രമത്തിൽ നമ്മളൊന്നും എഴുതിയിട്ടില്ല. ഇത് കറക്റ്റായിട്ട് വായിച്ചു നോക്കി വേണം എഴുതാനായിട്ട് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 70. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഭൂവൽക്കത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മൂലകമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം? ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ഡി, സിലിക്കൺ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് സിലിക്കൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ 70 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം 70-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമന്റ് ചെയ്യുക. ബാക്കിയുള്ളവർ നിങ്ങളുടെ മാർക്ക് ഓർത്തിരിക്കുക. നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതുപോലെ എത്ര നെഗറ്റീവുകൾ വന്നു, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നെഗറ്റീവ് വന്നതെന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം തിരുത്തുക. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നതിൽ എന്തോ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് വരുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. എക്സാം ഹാളിൽ നമ്മൾ കുറച്ചും കൂടെ ടെൻഷനിലായിരിക്കും, ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് പോലെയല്ല. അപ്പം കുറച്ചും കൂടെ ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കുക. PSCയുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് കൂടുതൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൂടുതലായിട്ടും ഇടാറുള്ളത്. അപ്പം അതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.